കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ 2 ആൺമക്കൾക്കും താൽക്കാലിക ജോലി നൽകുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. കുടുംബത്തിന് താൽപര്യമുണ്ടെങ്കിൽ ഏപ്രിൽ 1 മുതൽ ജോലിയിൽ പ്രവേശിക്കാം. അബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ച സ്ഥലത്ത് 2 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് ചെയ്യും. കൂടുതൽ ധനസഹായം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ ഗൗരവത്തോടെ ആലോചിക്കുമെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. 2 കിലോമീറ്റർ ദൂരം ഈ മേഖലകളിൽ പ്രത്യേകമായി ഫെൻസിംഗ് നടപടികൾ തുടങ്ങാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുടുംബനാഥൻ നഷ്ടപ്പെട്ടത് മൂലമുള്ള നഷ്ടം ഒന്നുകൊണ്ടും പരിഹരിക്കാനാവില്ല. കാരണം ജീവന് പകരം മറ്റൊന്നും വെക്കാനില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആശ്വാസ നടപടികൾ എന്നുള്ള നിലയിലാണ് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കുടുംബത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ 2 ആൺമക്കൾക്കും താൽക്കാലിക ജോലി നൽകുന്നതിനുള്ള തീരുമാനം ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതാണ് അത് സംബന്ധിച്ച്. പക്ഷേ അത് കുടുംബത്തിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അടിച്ചേൽപ്പിക്കാനോ ഒന്നും ഉദ്ദേശിച്ചില്ല. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും 1-ാം തീയതി മുതൽ അവർക്ക് ജോലിക്ക് ഹാജരാകാം.